നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. കരുത്തരായ ആഴ്സണലായിരുന്നു അവരെ സമനിലയിൽ തളച്ചത്. ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മത്സരത്തിൽ രണ്ട് ടീമുകൾക്കും ഗോളുകൾ ഒന്നും നേടാനാവാതെ പോവുകയായിരുന്നു. അതേസമയം ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ ലിവർപൂൾ വിജയം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതോടുകൂടി പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് ലിവർപൂൾ തന്നെയാണ്. ആഴ്സണൽ രണ്ടാം സ്ഥാനത്തും മാഞ്ചസ്റ്റർ സിറ്റി മൂന്നാം സ്ഥാനത്തുമാണ് ഇപ്പോൾ ഉള്ളത്. ഇതേക്കുറിച്ച് സിറ്റിയുടെ പരിശീലകനായ പെപ് ഗാർഡിയോള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ കിരീടം തങ്ങളുടെ കൈകളിൽ അല്ലെന്നും ലിവർപൂളിന്റെ കൈകളിലാണ് ഉള്ളത് എന്നുമാണ് പെപ്പ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ലിവർപൂൾ ആണ് ഇപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ ഉള്ളത്. ഇനിയും 9 മത്സരങ്ങൾ കൂടി മുന്നോട്ട് പോകാനുണ്ട്. എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്നു കാണാം. നിലവിൽ കിരീട ഫേവറേറ്റുകൾ ഉണ്ടെങ്കിൽ അത് ലിവർപൂൾ ആണ്. സെക്കൻഡ് ഫേവറേറ്റുകൾ ആഴ്സണൽ ആണ്. ഞങ്ങൾ മൂന്നാമതാണ്. ആരാണോ ടോപ്പിൽ ഉള്ളത് അവരാണ് ഫേവറേറ്റുകൾ. ഞങ്ങളുടെ കൈകളിൽ നേരത്തെ അത് ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് ഞങ്ങളുടെ കൈകളിലല്ല. ഇതാണ് പെപ് ഗാർഡിയോള പറഞ്ഞിട്ടുള്ളത്. ഒന്നാം സ്ഥാനത്തുള്ള ലിവർപൂളും രണ്ടാം സ്ഥാനത്തുള്ള ആഴ്സണലും തമ്മിൽ 2 പോയിന്റിന്റെ വ്യത്യാസമാണുള്ളത്. അതേസമയം ആഴ്സണലും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ 3 പോയിന്റിന്റെ വ്യത്യാസമുണ്ട്. ഇനി ആസ്റ്റൺ വില്ല, ക്രിസ്റ്റൽ പാലസ് എന്നിവർക്കെതിരെ 2 പ്രീമിയർ ലീഗ് മത്സരങ്ങൾ കളിക്കാനുണ്ട്. അതിനുശേഷമാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ റയലിനെതിരെ മാഞ്ചസ്റ്റർ സിറ്റി ഇറങ്ങുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീണ്ടും കാണാം.